ഹലോ ഫ്രണ്ട്സ്, ഐ ആം നൗഷാദ്. ഇന്ന് ഒരു പുതിയ ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എങ്ങനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ആദ്യമായി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ചിത്രം ഓപ്പൺ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഒരു കഴുകൻ്റെ ചിത്രമുള്ള ചിത്രമാണ്. ആ ചിത്രം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഭാഗം, അതായത് കഴുകൻ്റെ ചിത്രം അവിടെ വെച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ആ പിക്ചർ ആദ്യം ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം മനസ്സിൽ ഉദ്ദേശിച്ച ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ എക്സ്ട്രാക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് Alt+Ctrl+X ആണ്. Alt+Ctrl+X ആണ് കീബോർഡിൽ അമർത്തുക. അപ്പോൾ ഒരു മെനു ഓപ്പൺ ആയി വരും. ആ മെനുവിൽ മുകളിൽ കാണുന്ന എഡ്ജ് ഹൈലൈറ്റർ ടൂൾ, ഷോർട്ട് കട്ട് B ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഡ്രോ ചെയ്യുക, വരയ്ക്കുക. വരയ്ക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം നമ്മൾ പച്ച നിറത്തിൽ വരയ്ക്കുക, സൈഡ് എഡ്ജിൽ കൂടി തന്നെ വരയ്ക്കുക. ബ്രഷ് സൈസ് നമുക്ക് ആവശ്യമുള്ള സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് വലത്ത് സൈഡിൽ കാണുന്ന മുകളിലുള്ള ഐക്കൺ മെല്ലെ നീക്കി കൊടുത്താൽ മതി. ബ്രഷ് സൈസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിൽ കൂടി തന്നെ ഡ്രോ ചെയ്യുക. ബ്രഷ് സൈസ് ആവശ്യമെങ്കിൽ ചെറുതാക്കിക്കൊണ്ട് നമുക്ക് പോകാം. സൈഡ് എഡ്ജസ് കറക്റ്റായിട്ട് തന്നെ വരക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തെറ്റിയാൽ തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. ഇപ്പോൾ ലൈൻ തെറ്റിയിട്ടുണ്ട്, പേടിക്കേണ്ടതില്ല. ഇറേസർ ടൂൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇറേസർ ടൂൾ എടുത്ത് ആ ലൈന് മാത്രം നമുക്ക് ഇറേസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഹൈലൈറ്റർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോ ആരംഭിക്കാവുന്നതാണ്. അങ്ങനെ ആരംഭിച്ച് ഈ എഡ്ജ് കറക്റ്റ് സൂം ചെയ്യണമെങ്കിൽ സൂം ടൂൾ ഉണ്ട്. സൂം ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. ആവശ്യമുള്ള ഏരിയ വലുതായി കാണും. ആ ഏരിയയിൽ കൂടെ വരയ്ക്കുക. മാക്സിമം എഡ്ജ് കറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ റിമൂവ് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. സൂം ചെയ്തത് നമുക്ക് നീക്കുന്നതിന് വേണ്ടി ഹാൻഡ് ടൂൾ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് H ആണ്. അല്ലെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ H ടൂൾ ആക്റ്റീവ് ആവും. അതിനുശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വരയ്ക്കുക. ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നീക്കി നമുക്ക് ആവശ്യമുള്ളത് ചെറുതാക്കുക. ഇമേജ് വലിപ്പം ചെറുതാക്കിയതിന് ശേഷം എവിടെയാണോ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ആരംഭിച്ച അവിടെ വന്ന് ലൈന് ക്രോസ് ചെയ്യുക. അതിനുശേഷം പെയിൻറ് ബക്കറ്റ് ടൂൾ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് K ആണ്. അതുപയോഗിച്ച് ഇമേജിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. പുറത്തല്ല, ഉള്ളിൽ. നമുക്ക് ഏത് ഭാഗമാണോ ക്ലിക്ക് ചെയ്യാതിരിക്കേണ്ടത്, അവിടെ റിമൂവ് ചെയ്യാതിരിക്കേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു നീല കളർ വരും. അതിനുശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയമെടുക്കും. ഹൈ റെസൊല്യൂഷൻ പിക്ചറാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ